ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പ്രജീസ് ഫീൽഡിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ കൂട്ടുകാരെല്ലാം സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ ഒരു അടിപൊളി ഫേസ് പാക്കാണ് തയ്യാറാക്കുന്നത് കേട്ടോ. ഫേസ് പാക്ക് എന്ന് പറഞ്ഞാൽ ഈ ചൂട് സമയത്ത് നമ്മുടെ മുഖത്തുണ്ടാകുന്ന കരിവാളിപ്പും മുഖക്കുരുവും മുഖത്തെ കറുത്ത പാടുകളും അങ്ങനെ ഒരുപാട് മുഖത്തുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക്, നമ്മുടെ ചർമ്മത്തിലെ പ്രശ്നങ്ങൾക്ക് വളരെയധികം പ്രയോജനം നൽകുന്ന ഒരു ഫേസ് പാക്കാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ഈ ഫേസ് പാക്ക് തയ്യാറാക്കാൻ വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻസ് പറഞ്ഞാൽ പഴുത്ത പപ്പായയാണ്, ഓമയ്ക്ക. ഏറ്റവും കൂടുതൽ ആരോഗ്യ ഗുണങ്ങളും സൗന്ദര്യ ഗുണങ്ങളും ഒരുപോലെയുള്ള ഒരു ഫ്രൂട്ടാണ് ഈ പഴുത്ത ഓമയ്ക്ക. നമ്മൾ മുഖത്തിടുമ്പോൾ നമ്മുടെ ഒരു മുഖത്ത് നമ്മൾ ബ്ലീച്ച് ചെയ്യത്തില്ലേ, ആ ഒരു എഫക്റ്റ് കിട്ടും. ബ്ലീച്ചിങ് ഗുണങ്ങളുള്ള ഒന്നാണിത് കേട്ടോ. അതുമാത്രമല്ല, പപ്പായ എന്ന് പറഞ്ഞാൽ നമ്മുടെ മുഖത്തെ കറുത്ത പാടുകളും മുഖക്കുരുവും ഒക്കെ മാറാൻ സഹായിക്കും. പിന്നെ ഇതിന് നല്ല ജലാംശമുള്ളത് കൊണ്ട് തന്നെ ചർമ്മത്തിൽ ഈർപ്പമുള്ളതാക്കി മിനുസമുള്ളതാക്കി നിർത്താൻ ഈ പപ്പായ ഫേസ് പാക്ക് നല്ലതാണ് കേട്ടോ. പപ്പായയിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റുകളും പോഷകങ്ങളും അടങ്ങിയിരിക്കുന്നു. അത് നമ്മുടെ ചർമ്മത്തിൻ്റെ ആരോഗ്യം നിലനിർത്താൻ സഹായിക്കുന്നു. പിന്നെ ഇതിലെ കൊളാജിൻ നമ്മുടെ മുഖത്തെ ആ ഒരു ചുളിവുകളും നേർത്ത വരകളും ഒക്കെ മാറ്റാൻ നല്ലതാണ് കേട്ടോ. ഈ ഫേസ് പാക്ക് തയ്യാറാക്കാൻ വേണ്ടി നല്ല പഴുത്ത പപ്പായ തന്നെ എടുക്കണം. നമ്മുടെ മുഖത്തിനിടാൻ ആവശ്യത്തിന് നമ്മൾ വളരെ കുറച്ചെടുത്താൽ മതി കേട്ടോ. എന്നിട്ട് അതിനെ ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കണം. നന്നായിട്ട് ഒരു സ്പൂൺ വെച്ചോ ഫോർക്ക് വെച്ചോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് അതിനെ കൈവച്ചായാലും മതി, നന്നായിട്ട് ഉടച്ചെടുക്കുക. അതിലേക്ക് 1 സ്പൂൺ തേൻ ഒഴിക്കുക. ഇത് നമ്മൾ ഈ തേനൊക്കെ ഇങ്ങനെ ഒഴിച്ചിട്ട് ഇത് നമ്മൾ മുഖത്തിടുമ്പോൾ നമ്മുടെ മുഖത്ത് മൂക്കുരു വരാനുള്ള ആ ഒരു ബാക്ടീരിയകളുണ്ടല്ലോ, അതിനെയൊക്കെ നശിപ്പിച്ച് കളയാൻ ഇത് നല്ലതാണ്. മുഖക്കുരു ഉണ്ടെങ്കിൽ അത് മാറാൻ നല്ലതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെ തയ്യാറാക്കി നോക്കണം. പിന്നെ ഇതിൻ്റെ കൂടെ നാരങ്ങാനീര് ചേർക്കാറുണ്ട്, പാല് ചേർക്കാറുണ്ട്. പക്ഷെ ഞാൻ ചെയ്യുമ്പം ഈ തേനും പപ്പായയും കൂടിയാണ് ഞാൻ ചെയ്യാറുള്ളത്. പിന്നെ വരണ്ട ചർമ്മമുള്ളവർക്കും പിന്നെ ഈ നിറയെ മുഖക്കുരു ഒക്കെ ഉള്ളവർക്കും ഈ ഒരു ഫേസ് പാക്ക് നല്ലതാണ് കേട്ടോ. പിന്നെ ചർമ്മത്തിൽ നല്ല ജലാംശം നിലനിർത്തും നമ്മൾ ഈ ഫേസ് പാക്ക് ഇട്ടാൽ. അപ്പം വരണ്ട് പോകത്തില്ല നമ്മുടെ മുഖം കേട്ടോ, അതിന് നല്ലതാണ്. പിന്നെ നമുക്കെന്ന് പറഞ്ഞാൽ ഈ പഴുത്ത പപ്പായ നമ്മളിതുപോലെ മുഖത്തിടുന്നത് നല്ലതാണ്. ഇത് നമ്മൾ നന്നായിട്ട് കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ് കേട്ടോ. കാരണം ഈ ചൂട് സമയത്ത് നമ്മുടെ ശരീരത്തിന് ഏറ്റവും നല്ലതാണ് ഈ ഫ്രൂട്ട്സ് കഴിക്കുന്നത്. നമ്മുടെ മുഖത്ത് നമ്മളിങ്ങനെയൊക്കെയുള്ള പായ്ക്കുകൾ ഇടുന്നതിനൊപ്പം തന്നെ നമ്മൾ ഫ്രൂട്ട്സും അങ്ങനെയുള്ള ഇലവർഗ്ഗങ്ങളും ഒക്കെ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ ഇനി ഇതിൻ്റെ മുഖത്തിട്ടൊന്ന് കാണിച്ചു തരാം. അപ്പോൾ അതാണ്ട് ഞാനിതിൻ്റെ മുഖത്തിട്ടിട്ടുണ്ട്. മുഖം നന്നായിട്ട് കഴുകിയിട്ട് വേണം ഫേസ് പാക്ക് ഇടാൻ. അത് ഉണങ്ങിയ ശേഷം ഞാനൊന്ന് കഴുകിയിട്ടുണ്ട്. മുഖം കണ്ടോ, നല്ല വൃത്തിയായിട്ടുണ്ട് നമ്മുടെ മുഖം. അടിപൊളി ഫേസ് പാക്കാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കണം. എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം. വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക്